സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ CPM-ന്റെ പഴയ MLA ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദ് ന്റെ പേരിൽ ഇതുവരെ ഒരു പീഡന കേസ് പരാതി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുകയോ FIR ഇടുകയോ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പിന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ യുവതുർക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അജ്ഞാതരായ ഒരു യുവതി 23 വയസ്സുള്ള കർണാടകയിലാണ്, ബാംഗ്ലൂരിലാണെന്നൊക്കെ പറയുന്നു, ഒരു പീഡന കേസ് പീഡന പരാതി KPCCക്ക് അയക്കുന്നു. KPCC അധ്യക്ഷൻ ഉടനെ തന്നെ ബാക്കി കുറെ വയസ്സൻ പടുകളവന്മാർ നേതാക്കന്മാരുണ്ടല്ലോ, അവർ കൂടിയാലോചിക്കുന്നു. ഉടനെ DGPക്ക് അയച്ചു കൊടുക്കുന്നു. ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കേസാവുന്നു. ജാമ്യം നിഷേധിക്കുന്നു. എന്നാലും പിന്നീട് പോയി ജാമ്യം എടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നു. അപ്പോൾ ആദ്യത്തെ കേസ് വേറെ. അതെന്ന് പറഞ്ഞാൽ ആ യുവതിയും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അവർ തമ്മിൽ സ്നേഹമായിരുന്നു, അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും യുവതിയും തമ്മിൽ ബന്ധപ്പെടുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇവിടെ ഇല്ല. അപ്പോൾ അവർ തമ്മിൽ വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണത്. അതിൻ്റെ പേരിൽ ആളുകളെല്ലാം കൂടെ കുത്തിത്തിരിച്ച് ആ സ്ത്രീയെ കൊണ്ട് ഇല്ലാത്ത, അതായത് എത്രയെങ്കിലും നാള് കഴിഞ്ഞതാണ്, അതിനുശേഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരോ എന്തോ തിരിച്ചു, അവരുടെ സംഭാഷണങ്ങളോ അതോ ഇതോ ഒക്കെ പുറത്തു വന്നു. എന്തായാലും ശരി, രാഹുൽ മാങ്കൂട്ടം സ്ത്രീലമ്പടനായി കേരളത്തിലുള്ള സ്ത്രീകളെ മൊത്തം പീഡിപ്പിക്കുന്ന ഒരു യുവാവായി മാറി. എന്തായാലും ശരി, സ്വീകാര്യത ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടിയതല്ലാതെ അത് കുറഞ്ഞില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇത് ചുമ്മാണ്, വെറുതെ ഉണ്ടാക്കുന്ന കേസാണ്. അതായത് CPM-ന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇലക്ഷൻ ആയിരുന്നാലും ഇലക്ഷന് ശേഷമായിരുന്നാലും CPM-നെ ഉറക്കം കെടുത്തിയ രണ്ട് നേതാക്കന്മാരാണ് ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടവും. എവിടെ നിന്നാലും സംസാരിക്കുമ്പോഴൊക്കെ പിണറായി വിജയനെ വ്യക്തിപരമായും അല്ലാതെ ആയിരുന്നാലും പാർട്ടിപരമായും വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്ത രണ്ട് നേതാക്കളാണ്. കാരണം അങ്ങനെയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം പിണറായി വിജയനെതിരാണ്. പക്ഷെ പരസ്യമായിട്ട് അവർക്ക് പ്രകടിപ്പിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളത്. പാർട്ടിയെ അങ്ങനെ ഒരു നേതാവും ഒരു പാർട്ടിയുടെയും കൈപ്പിടിയിൽ ഒതുക്കാൻ പാടില്ല. ജനാധിപത്യ സംവിധാനം കേഡർ പാർട്ടിയാണ്, ഏകാധിപത്യ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റാണ്, സംഗതി ശരി. പക്ഷെ ഇന്ന് അത് പഴയ കമ്മ്യൂണിസം ഒന്നും അല്ല. കാരണം ദൈവം എന്ന് പറയുന്നത് ഇല്ല എന്ന് നിരീശ്വരവാദമാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം.